നമസ്കാരം ബ്രോ. നമസ്കാരം. എന്താ നിങ്ങളെ പേരെന്താ? അശ്വിൻ. അശ്വിൻ. അശ്വിന് ഏത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാ? ഇതിപ്പോൾ നമ്മൾ കാക്കഞ്ചേരി കിൻഫ്ര ടെക്നോ പാർക്കിന്റെയും നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെയും ഏകദേശം സെൻട്രലായിട്ടാണ് വരുന്നത്. അതായത് സർവീസ് റോഡിലാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് കിൻഫ്ര എത്തുന്നതിന്റെ തൊട്ട് മുൻപായിട്ട് നമ്മുടെ ഷോപ്പ് വരും, സർവീസ് റോഡ് തന്നെ. ഓക്കെ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാലോ? അതെ, ഇലക്ട്രിക് വെഹിക്കിൾസിന് പ്രത്യേകിച്ച് ടൂ വീലറിന്റെ സർവീസിന്റെ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. വണ്ടി സർവീസിന് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു കിട്ടാൻ ഒരുപാട് വൈകുന്നുണ്ട്. കാരണം പ്രോപ്പറായിട്ടുള്ള ടെക്നീഷ്യൻസും അതുപോലെ തന്നെ നമുക്ക് സർവീസ് ടെക്നീഷ്യൻസിന്റെ അവൈലബിലിറ്റി ഇല്ല, ആൾക്കാരെ കുറവാണ്. അതെ. അപ്പം ഇവിടെ നിങ്ങൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് ആക്ച്വലി. അപ്പം എന്തൊക്കെ സർവീസാണ്, ഏതൊക്കെ വണ്ടികൾക്കാണ്, അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ടൂ വീലർ സർവീസ് ആണ്. ഇലക്ട്രിക് വാഹനങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സർവീസ് ഇപ്പോൾ ഒരു വണ്ടി ഇറങ്ങിയിട്ട് ഒരുപാട് കാലമായി. പക്ഷേ സർവീസ് എന്നുള്ളത് ഇപ്പോഴും ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണ്. ഈ പറഞ്ഞ പോലെ സർവീസ് ടെക്നീഷ്യൻസ് അവൈലബിലിറ്റി, അവർക്കുള്ള നോളജ് അവൈലബിലിറ്റി. അപ്പോൾ ഈ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിവിടെ ഈ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു സൈക്കിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ചെറിയ ഗൾഫിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സൈക്കിൾ ഇതുണ്ടോ, ഇത് വാട്ടർ സർവീസ് അല്ലെങ്കിൽ വാട്ടർ ഡാമേജ് ആയിട്ട് വന്നതാ, ഫുള്ളി വെള്ളത്തിൽ മുങ്ങിപ്പോയി വന്നതാ. അപ്പൊ ഇതിന്റെ എന്താണ് കംപ്ലൈന്റ് എന്നുള്ളത് ആദ്യം നമ്മൾ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ പ്രശ്നം നമ്മൾ നോക്കിയപ്പോൾ ഇതിന് കംപ്ലൈന്റ് ഉണ്ട്, ഇത് വെള്ളം കയറിയതാ. അപ്പൊ ഇത് നമ്മൾ മൊത്തത്തിൽ മാറ്റണമെങ്കിൽ മൊത്തത്തിൽ നമ്മൾ സ്പെയർ എടുത്ത് മാറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ സെൻസറുകളുണ്ട്, ഈ ചെറിയ ചെറിയ കുഞ്ഞു സെൻസറുകൾ. ഇത് മാത്രമായിട്ട് നമ്മൾ ഈ ബോർഡ് കംപ്ലൈന്റ് വരെ നമ്മൾ മാറ്റും, ഇത് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഇത്തരം സൈക്കിളുകൾ ഇപ്പൊ ഇത് ബാറ്ററി കൊടുക്കുന്നതാണ്, ഇത് അതിന്റെ കുറച്ച് വലുതാണ്. ഇതൊക്കെ ചിലത് ഇമ്പോർട്ടഡ് ആണ്, ചിലപ്പോൾ നാട്ടിലുണ്ട്, കൂടുതലായിട്ട് ഇമ്പോർട്ടഡ് ആണ്. അപ്പൊ ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബാറ്ററികൾ ഒരു 2, 3, 4 വർഷം കഴിഞ്ഞ് ബാറ്ററികൾ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു ഇത് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പൊ ഇതിന് പകരമായിട്ട് നമ്മൾ സൊല്യൂഷൻ എന്നുള്ളത്, ഇപ്പൊ ഇതിന്റെ ഒരു ബാറ്ററി ഉണ്ടോ, ഈ ഒരു കേസിലാണ് വരുന്നത്. ഈ കേസ് നമുക്ക് ഇങ്ങനെ ഊരി എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ബാറ്ററി ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് ബാക്കപ്പ് ഇല്ലാത്ത പ്രശ്നം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ ഒരു കേസിന്റെ ഉള്ളിൽ ഫുള്ളി നമ്മൾ ലിഥിയം ഫില്ല് ചെയ്യാൻ പോവാണ്. ഇതിനുള്ളിൽ ബാറ്ററി മുഴുവൻ മാറ്റിയിട്ട് ലിഥിയം ആയി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ബാക്കപ്പോട് കൂടിയിട്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഈ ഒരു സൈക്കിൾ മുതൽ നമ്മുടെ സാധാ വണ്ടികൾ, അതായത് ഇപ്പോൾ ഇതൊരു ലൈസൻസ് ഫ്രീ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കൺട്രോളർ ആയിരുന്നു ഈ കൺട്രോളർ. അപ്പൊ ഇത് നമ്മൾ മാറ്റാൻ പോവാണ്, ഈ ഒരു കൺട്രോൾ. അപ്പോൾ ഇതിന്റെ കണക്ഷൻസ് കാര്യങ്ങൾ ലൈനുകൾ എല്ലാം ചെയ്തതിനു ശേഷം നമ്മൾ റെക്ടിഫൈ ചെയ്ത് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ സൈക്കിൾ തന്നെ കേട്ടോ, ഇതൊക്കെ ബാറ്ററി കംപ്ലൈന്റ് ആയിട്ട് വന്നതാണ്. ഇവിടെ ഒരു ബാറ്ററിയാണ് ഇതിന്റെ സെക്ഷനിൽ വരിക. പിന്നീടാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് വണ്ടികളോട്ട് എത്തിയത്, ഈ ഒല ഏതർ പോലുള്ള വാഹനങ്ങൾ. ഇപ്പോൾ ഇത് ഒലയുടെ ഒരു ചേസാണ്. ഇതിന് ബാറ്ററി നമ്മള് സ്ലീപ്പിംഗ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതായത് ഫുള്ളി ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഒല വാഹനം സ്ലീപ്പിംഗ് മോഡിലോട്ട് പോകും. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ഇവിടെ കിടക്കുന്ന ഈ പോർഷനിലുള്ള ബാറ്ററി ഡീപ് ഡിസ്ചാർജിലോട്ട് പോകും, പിന്നെ വണ്ടി ഓൺ ആവില്ല. അത് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ നോക്കുമ്പോൾ സ്ലീപ്പിംഗ് എന്നാണ് കാണിക്കാം. അപ്പോൾ ഇത്തരം കംപ്ലൈന്റുകൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ബാറ്ററി നമ്മൾ ഇവിടെ മെഷീനിലിട്ടിട്ട് ബൂസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് വീണ്ടും പഴയ അതേ കണ്ടീഷനിൽ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇത്തരം വാഹനങ്ങൾ ഇപ്പോൾ ഇതൊക്കെ കംപ്ലൈന്റ് വന്നത് ഫുള്ളി വയറിംഗ് സെറ്റുകളാണ്. ഒരുപാട് കാലം സർവീസ് കിട്ടാതെ വീട്ടിലിരുന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ വയറിംഗിൽ മുഴുവൻ ഷോർട്ടേജ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് പ്രശ്നം എന്തായിരുന്നു? ഓക്കെ, അതായത് നെഗറ്റീവിൽ പോസിറ്റീവ് വന്നതിന് ശേഷം ഫുള്ള് ഷോർട്ടായി പോയതാണ് വയറിങ്ങൾ. അപ്പൊ ഇത് റെക്ടിഫൈ ചെയ്ത് എവിടേക്കാണ് ഇതിന്റെ പ്രശ്നങ്ങളെന്ന് കണ്ടെത്തിയിട്ട് അത് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ കൺട്രോളറൊക്കെ ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഇതിന് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയപ്പോൾ ഇതിന് ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിനെ ബാധിച്ചിട്ടില്ല. അപ്പൊ ബാക്കിയുള്ള വയറിങ്ങൾ നോക്കിയാൽ മതി. പക്ഷേ ചില കേസുകളിൽ നമ്മൾക്ക് ഈ കുറച്ചറിയുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം പറയാൻ കൺട്രോളർ ആയിരിക്കും. അപ്പോൾ ഇത് മാറ്റുമ്പോഴാണ് അടുത്ത ഷോർട്ടേജ് കാണിക്കുക. അങ്ങനെ ഓരോന്നോരോന്ന് മാറ്റേണ്ട അവസ്ഥ വരും. ഇതിപ്പോൾ ഈ വയറിംഗ് ഷോർട്ടേജ് തീർത്താൽ നമ്മളെ പ്രശ്നം തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടൂ വീലർ സർവീസുകളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. സൈക്കിൾ മുതൽ ടൂ വീലർ എല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ തന്നെ ലിഥിയം ബാറ്ററി സർവീസും നമ്മളിവിടെ ചെയ്യും. ഇപ്പോൾ ഇത് ഈ സൈക്കിളിന്റെ ബാറ്ററിയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്തപ്പോൾ ഈ ബാറ്ററിക്കാണ് ഇഷ്യൂ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ മേലൊക്കെ ഒന്ന് പോയിട്ട് കാണിച്ചു തരാം. ഈ ബാറ്ററികൾ എങ്ങനെയാണ് നമ്മുടെ സർവീസ് കാര്യങ്ങൾ, ഏതൊക്കെ ടൈപ്പ് ബാറ്ററി നമ്മൾ സർവീസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് മേലൊക്കെ ഒന്ന് പോയി നോക്കാം. ആയിക്കോട്ടെ, ശരി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാറ്ററി സർവീസ് ചെയ്യുന്നത്. ഞാൻ താഴത്ത് കാണിച്ചൊരു ഒല കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ആ ഒലയുടെ ബാറ്ററിയാണത്. ഇത് നമ്മൾ ഫുള്ളി ഓപ്പൺ ചെയ്ത് നമ്മുടെ ഈ ഒരു മെഷീൻ വഴി ചാർജ് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബൂസ്റ്റ് ചെയ്തതിൽ നമുക്ക് ഔട്ട് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബാലൻസർ വെച്ചിട്ട് ചെയ്തിട്ടില്ലല്ലോ, ചെയ്യുന്നല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബാലൻസർ ഇതിപ്പോൾ അതിന് റെഡിയാക്കി വെച്ചാവും അല്ലേ. അപ്പോൾ ഈ ഒരു ബാലൻസർ വെച്ചിട്ട് നമ്മളിത് കണക്ട് ചെയ്ത് ബാലൻസ് കൂടി ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു ബാറ്ററി പഴയ ആ ഒരു അവസ്ഥയിലോട്ട് അല്ലെങ്കിൽ ഒരേ ബാലൻസിൽ വീണ്ടും
വർക്കാവിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. ഒല എന്നുള്ളത് കൂടുതലായിട്ടും പറയാനുള്ള കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന എൻക്വയറീസും ഒല തന്നെയാണ്. ഇത്തരം പ്രശ്നങ്ങൾക്ക് സർവീസുകൾ ഇല്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ നമ്മുടെ അടുത്ത് അതിന്റെ സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോ ഇത് 12 വോൾട്ട് 100 AH ഒരു ബാറ്ററി പാക്കാണ്. ഇത് നമ്മളെ കാറിന്റെ കേസ് പറഞ്ഞല്ലേ. ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു കസ്റ്റമർ നമ്മൾ സമീപിച്ചിട്ട് അവർക്കൊരു അഡീഷണൽ ബാറ്ററി പാക്ക് വേണമെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ കാറിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ മോഡിഫിക്കേഷൻ ഒക്കെ ബന്ധപ്പെട്ടിട്ട് കാറിൽ ഈ സബ് ആമ്പ് കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ബാറ്ററി ആവശ്യമായി വന്നു. അപ്പോൾ അതിന്റെ ഉള്ളിൽ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററി പാക്ക് ആണ്. 12 വോൾട്ടിൽ 100 AH ആണ് ഇതിന്റെ ബാറ്ററി പാക്കപ്പ് വരുന്നത്. അപ്പൊ നമ്മൾ ഇത് ഇവിടെ തന്നെ സ്പെയർ എടുത്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ ബാറ്ററി പാക്ക് ആയിട്ട് ഒരു കവറിങ്ങോട് കൂടിയിട്ട് പൂർണ്ണമായിട്ട് ഇത്തരം ഷീറ്റുകളൊക്കെ വെച്ചിട്ട് ഷീറ്റൊക്കെ അടിച്ചിട്ട് വൃത്തിയായി ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു ക്വാളിറ്റി എന്താ വെച്ചാൽ ഇത് വണ്ടിന്റെ ഉള്ളിലായതുകൊണ്ട് ഹീറ്റിംഗ് ഇഷ്യൂസ് കാര്യങ്ങൾ വരില്ല, കാറിന്റെ ഉള്ളിലാണ് വരുന്നത്. പിന്നെ മാത്രമല്ല ഒരു അഡീഷണൽ ബാക്കപ്പ് 100 AH നമുക്ക് ഇതിൽ കിട്ടും. അപ്പൊ ഈ ഒരു ബാറ്ററി പാക്ക് അവർക്ക് പൂർണ്ണമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാറിന്റെ സ്വന്തം ബാറ്ററി ഉപയോഗിക്കാതെ അവർക്ക് അത്രയും മോഡിഫിക്കേഷനിലുള്ള ആ ഒരു സബിന്റെ സിസ്റ്റം മുഴുവൻ ഈ ഒരു ബാറ്ററിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ വണ്ടികളുടെ സർവീസ്, ഇതൊക്കെ സാധാ വണ്ടികളുടെ സർവീസാണ്. മീൻസ് ഇത് ഒരു സാധാ ബാറ്ററി പാക്കാണ്. ഇത് അതിൻ്റെ ഉള്ളിലുള്ളതാണ് അതിന്റെ BMS. ഇപ്പൊ ഈ ഒരു BMS-നെ കംപ്ലൈന്റ് നമ്മൾ ഇത് മാറ്റി കൊടുക്കും. ഇല്ല ഇനി ഇത്തരം ബാറ്ററി പാക്കുകൾ, ഇപ്പൊ ഇതൊരു ബാറ്ററി പാക്കിന്റെ ഉൾവശമാണ്. പലർക്കും ഇത് ചിലപ്പോൾ കണ്ടിട്ട് അറിഞ്ഞോളണമെന്നില്ല. കാരണം ഒരു ബാറ്ററിയുടെ ഉള്ളിൽ ഇത്തരം കുഞ്ഞു സെല്ലുകളാണ് വരുന്നത്. ചിലത് ഇത്തരം സെല്ലുകളായിരിക്കും, ചിലത് നമ്മൾ ഈ ഒരു ടൈപ്പ് സെല്ലായിരിക്കും, NMC 3.7. അപ്പോൾ ഇങ്ങനെ 2-3 ടൈപ്പിൽ സെല്ലുകൾ വരും. പ്രിസ്മാറ്റിക് വരും. ഇത് നമ്മുടെ ഒരു 30 AH സെല്ലാണ്. ഇതൊരു ബാറ്ററി പാക്കാണ്. അങ്ങനെ പല ടൈപ്പിൽ ഇതിൽ സെല്ലുകൾ വരും. ഇങ്ങനെ സെല്ലുകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഈ ഒരു BMS-നായിരിക്കും ചിലപ്പോൾ കംപ്ലൈന്റ്. അപ്പോൾ ചിലപ്പോൾ ഓഫ് ആയി പോയിട്ടുണ്ടാവും വണ്ടി. ചിലപ്പോൾ ഈ സെല്ലുകൾ ആയിരിക്കില്ല കംപ്ലൈന്റ്. ഈ ഒരു സാധനം മാറ്റിയാൽ പ്രശ്നം തീരും. നമ്മൾ ഇവിടെ നിന്ന് ചെക്ക് ചെയ്തതിനു ശേഷം ഇതാണ് കംപ്ലൈന്റ് എന്നുണ്ടെങ്കിൽ ഇത് മാറ്റും. ഇനി അല്ല സെല്ലുകൾ കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 സെല്ലൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി അല്ല കസ്റ്റമർക്ക് പഴയ പോലെ ഒരു പെർഫോമൻസിൽ പുതിയൊരു ബാറ്ററി വേണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതാണ് അവരുടെ കേസ് എന്നുണ്ടെങ്കിൽ അവർക്കൊരു പരിഹാരം എന്നുള്ളത് ഇത്തരം സെല്ല് ഇതിനുള്ളിൽ പുതിയൊരു ബാറ്ററി പാക്ക് തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുള്ളതാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് എത്രയാണോ കിലോമീറ്റർ വേണ്ടത്, ഇപ്പോൾ ഒരു 60 കിലോമീറ്ററൊക്കെയാണ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് 72 വോൾട്ടാണ്. അപ്പോൾ ഈ 72 വോൾട്ട് 40 AH ആണ് ഈ വണ്ടി കൊടുക്കുന്നത്. ചിലപ്പോൾ പലതും 40 വോൾട്ടൊന്നും ചിലപ്പോൾ കിട്ടാറില്ല. നമ്മൾ ഇവിടുന്ന് ഈ 72-ൽ 30 AH, അതായത് ഒരു 60 കിലോമീറ്റർ, ഏകദേശം കാൽക്കുലേഷൻ ഒരു 60 കിലോമീറ്റർ ഓടാൻ 30 AH മതി. അപ്പോൾ ഈ ഒരു 30 AH നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പുതിയ സെല്ലുകൾ ഉപയോഗിച്ചിട്ട് ഒരു ബാറ്ററി പാക്ക് അസംബിൾ ചെയ്ത് കൊടുക്കും. ഇത് അങ്ങനത്തെ ഒരു അസംബ്ലിംഗ് ആണ്. ഇത് 12 വോൾട്ട് ആണെന്നുള്ളൂ. പക്ഷെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിൽ അസംബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. മീൻസ് 2 വർഷത്തെ വാറണ്ടി കൊടുത്തിട്ട് ഒരു 40-40 രൂപയൊക്കെ 45 രൂപ. പക്ഷെ നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് 2 വർഷത്തെ വാറണ്ടിയോട് പുതിയൊരു ബാറ്ററി പാക്കൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എത്തിച്ചേരും. അത് വിത്ത് വാറണ്ടിയോട് കൂടി തന്നെ 2 വർഷത്തെ വാറണ്ടിയോട് കൂടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വോൾട്ടിൽ ആവശ്യമായിട്ടുള്ള AH നമ്മൾ വാറണ്ടിയോട് കൂടിയും ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റം മെയ്ഡ്, അതായത് നമുക്ക് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ചിലപ്പോൾ പൈസയുടെ പ്രശ്നങ്ങളുണ്ടായിരിക്കും, ചിലപ്പോൾ എങ്ങനെയെങ്കിലും വണ്ടി ഓടിയാൽ മതി എന്നായിരിക്കും. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ബാറ്ററി പാക്കും ചെയ്ത് നൽകുന്നതാണ്. ഇപ്പോൾ ഇത് പലർക്കും ഈ സൈക്കിൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ കണ്ട് മനസ്സിലാവുണ്ടാവും. ഇതൊരു സൈക്കിളിൻ്റെ ഉള്ളിലത്തെ ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇത്തരം ഒരു കേസാണ്, സെല്ലാണ് വരിക. ഇങ്ങനത്തെ സെല്ലുകളിൽ ഇത്ര ചെറിയൊരു BMS വരും. അപ്പോൾ ഇത് ഒരു 3 വർഷം 4 വർഷമൊക്കെ ആകുമ്പോൾ ഇൻ കേസ് കംപ്ലൈൻറ്റ് ആണെങ്കിൽ ഈ സെല്ലുകൾ മുഴുവനായിട്ട് നമുക്ക് മാറ്റിയിട്ട് ഈ ബോർഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കസ്റ്റമായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഇനി അല്ല ഈ ബോർഡിനാണ് പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് മാത്രം നമ്മൾ മാറ്റി കൊടുക്കും. ഇനിയിപ്പോൾ ഇതൊരു സൈക്കിൾ ബാറ്ററി തന്നെയാണ്. ഇത് നമ്മൾ ഇവിടുന്ന് കസ്റ്റം മെയ്ഡ് ഉണ്ടാക്കിയൊരു ബാറ്ററിയാണ് ഇതെന്ന് പറയുന്നത്. അതായത് അവരുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര വോൾട്ടാണ് എത്ര AH ആണ് നോക്കിയിട്ട് ആ സ്പേസിനനുസരിച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും ലിഥിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു ഷേപ്പ് തന്നെയാണ്. നമുക്കത് കസ്റ്റം ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ അവരുടെ കേസ് ഇതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇനി ഈ ഷേപ്പ് ആണെങ്കിൽ ഇതാണ് അവരുടെ ഷേപ്പ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്പെയറുകൾ കുറച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ BMS-ൽ വരുന്നതാണ്. ഒരുപാട് ടൈപ്പ് BMS-കൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ടൈപ്പ് BMS ആണ്. ഇതിന് ഇത്ര വോൾട്ട് ഇത്ര AH എന്നുള്ള രീതിയിലുള്ള BMS-കളുണ്ട്. അപ്പോൾ അങ്ങനെ പല ടൈപ്പിലുള്ള ഇത് BMS-കളുണ്ട്, സ്വിച്ചുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അതിന് കവർ ചെയ്യാനുള്ള പല ടൈപ്പിലുള്ള ഷീറ്റുകളാണിത്. ഇതൊക്കെ BMS തന്നെ കേട്ടോ. ഇത് BMS ആണ്. അങ്ങനെ ഓരോ ഇതിനും ഓരോ ടൈപ്പ് BMS ആണ് വരുന്നത്. ഇത് അതിൻ്റെ സ്ട്രിപ്പുകളാണ്. നമ്മുടെ ബാറ്ററി പാക്ക് ചെയ്യുന്നതിന് ആവശ്യമുള്ള നിക്കൽ സ്ട്രിപ്പുകൾ. ഇത് നമ്മുടെ ഈ ടൈപ്പ് ഓരോ സൈസിന് ആവശ്യമായിട്ടുള്ള നിക്കൽ സ്ട്രിപ്പുകളാണിത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പാക്കിംഗ് ഷീറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബ്ലാക്ക് സ്ട്രിപ്പ്, പിന്നെ ഫിഷ് ടേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ
ടോപ്പിൽ ഒട്ടിക്കുന്നത്, ഫിലമെന്റ് ടാപ്പ്, ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നതിൻ്റെ സെൻസറുകളാണ്. ഓക്കെ. അപ്പോൾ ഈ സെൻസറുകൾ മാറ്റി കഴിഞ്ഞാൽ ഹബിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ തീരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇത്തരം സ്പെയറുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ബാറ്ററി സൈഡ് ആണെന്നുണ്ടെങ്കിലും 2 വീലർ EV സൈഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൂർണ്ണമായിട്ടും ആ കംപ്ലൈൻറ്റുകൾ നമുക്ക് റെക്ടിഫൈ ചെയ്ത് മാറ്റി കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 വീലർ എടുത്തിട്ട് സർവീസ് കിട്ടാത്തവർക്ക് സത്യം പറയുകയാണെങ്കിൽ നല്ലൊരു സൊല്യൂഷൻ ആണ്. അതെ, 2 വീലർ സർവീസുകൾ എന്ന് പറയുമ്പോൾ ഈ ടോയ്സിൻ്റെ സൈക്കിള്, അതുപോലെ ചെറിയ ബാറ്ററി പാക്ക്, അത്തരം ഒരു ലെവലിൽ നിന്ന് തുടങ്ങി, ലിഥിയം ബാറ്ററി ലെവലിൽ നിന്ന് തുടങ്ങി 2 വീലർ എല്ലാവിധ സർവീസുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സർവീസുകൾക്കും നമ്മളിവിടെ സമീപിക്കാവുന്നതാണ്. ഇപ്പൊ നിലവിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ബ്രാൻഡുകളും അല്ലാത്തതും, അതായത് ചൈനീസ് ഒക്കെ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടല്ലോ. ഈ എല്ലാ വണ്ടികളുടെയും സർവീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? എല്ലാ വണ്ടികളുടെ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ നമുക്കുള്ള ഒരു ദൗർബല്യം എന്താണെന്ന് വെച്ചാൽ, ചില വണ്ടികൾ നമുക്ക് സോഫ്റ്റ്വെയർ സൈഡിലാണ് വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുന്നത്, പരിചിതമായിട്ടുള്ള വാഹനങ്ങൾ ഏദർ, ഒല, ഐക്യൂബ്, ഇത്തരം വണ്ടികൾ സോഫ്റ്റ്വെയർ സൈഡിലാണ്. അപ്പോൾ അവർ ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്നത് ഫുള്ളി കസ്റ്റം ചെയ്യാൻ പറ്റും. ഇപ്പോൾ സോഫ്റ്റ്വെയർ മാറ്റിയിട്ട് ചിലപ്പോൾ റിവേഴ്സിന് ഉള്ളതിന് വരെ നമ്മൾ സ്വിച്ച് വെച്ച് കൊടുക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കസ്റ്റം ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളതായിട്ടുള്ള വഴികളിലൂടെ നമ്മൾ മാക്സിമം റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിലുള്ള സജഷൻ എന്താണ് അവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് എന്നുള്ളതും ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുള്ളതാണ്. അവൻ സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നമല്ല, പക്ഷെ സോഫ്റ്റ്വെയർ സൈഡിൽ വരുന്നതായതുകൊണ്ട് ചിലപ്പോൾ ചിലത് കസ്റ്റം ചെയ്യേണ്ടി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ മോട്ടറും ബാറ്ററിയും കൺട്രോൾ യൂണിറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ പല സർവീസ് സെന്ററുകളും ചെയ്യാത്തൊരു കാര്യമുണ്ട്, ചാർജർ. അതിന്റെ കാര്യം എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക? ചാർജർ പലരും ചെയ്യാൻ മടിക്കുന്ന കാരണം എന്താണെന്നോ, ചാർജർ എന്ന് പറയുന്നത് ഒരു ചിപ്പിൽ പ്രവർത്തിക്കുന്ന സാധനം. അതായത് ഇത്ര വോൾട്ടിൽ, ഇത്ര AH-ൽ, ഇത്ര സമയം വരെ കയറണം, ഫുൾ ചാർജ് ആവണം എന്നുള്ളൊരു പ്രോഗ്രാം അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിപ്പിന്റെ പ്രശ്നം വന്നാൽ ആ ഒരു ചിപ്പ് കിട്ടാൻ പാടാ, നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അല്ലാത്ത കേസുകളിൽ ആ ഒരു കേസ് അത് കട്ട് ചെയ്യാം. ആ ഒരു കേസിൽ മാത്രമാണ് നമുക്ക് പലരും ഈ ഒരു ഇത് ചാർജർ എടുക്കാത്തത്. നമ്മൾ ചാർജർ ചെയ്യുന്നുണ്ട്, അതിനുള്ളിലുള്ള എല്ലാ കമ്പോണൻസുകളും ചെക്ക് ചെയ്തിട്ട് എന്താണ് കംപ്ലൈന്റ് എന്നുള്ളത് മാറ്റാൻ പറ്റുന്ന എല്ലാ കമ്പോണൻസ് നമ്മൾ മാറ്റുന്നുണ്ട്. SMD കമ്പോണൻസ് എല്ലാം നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അല്ല ഈ ഒരു ചിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കമ്പനി അവൈലബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കില്ല. കാരണം ആ ഒരു ചിപ്പിന്റെ വില ചിലപ്പോൾ 4000-5000 ആയിരിക്കും, ചാർജറിന്റെ വില ചിലപ്പോൾ ഇതേ പറഞ്ഞ ഒരു 1000-ന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് അല്ലാത്തത് കൊണ്ട് അത് നമ്മൾ ആ ഒരു ഇതിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ചെയ്യുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തീർത്തു കൊടുക്കണം. ഓക്കെ, എന്തായാലും ഞാൻ നിങ്ങളുടെ കോൺടാക്ട് നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ ബ്രോ, താങ്ക് യു വെരി മച്ച്. ശരി, താങ്ക് യു.